ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. കിച്ചൺ ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഡപ്പികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഡപ്പികളൊക്കെ തുടച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അതായത് നമ്മുടെ ഉപ്പ്, മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമ്മൾ ഡപ്പിയിലാക്കി വെക്കില്ലേ. അപ്പോൾ ഡപ്പിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ സാധനങ്ങളൊന്നും പുറത്തെടുക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പകുതി ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറേ സമയം എടുക്കും. എനിക്കാണെങ്കിൽ കുറച്ച് സമയമേ ഉള്ളൂ. ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ചൊരു ഗ്യാപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഡപ്പിയുടെ മൂടി നന്നായി ടൈറ്റായിട്ട് അടയ്ക്കും. പിന്നെ മേലെ അങ്ങനെ സോപ്പ് തേച്ചിട്ട് പിന്നെ അങ്ങനെ കഴുകി വിടും കേട്ടോ. അപ്പോൾ ഉള്ളിൽ വെള്ളം കിടക്കില്ല. അപ്പം പുറത്ത് നല്ല ക്ലീൻ ആവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ. അതായത് നമുക്ക് എപ്പോഴും ഉള്ളിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഡപ്പിയിൽ ഫുൾ സാധനം കഴിഞ്ഞ് അടുത്ത സാധനം ഇടുമ്പോൾ ആ സമയത്ത് ഡപ്പി കഴുകും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ചെയ്യും കേട്ടോ. അത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കില്ലേ. അപ്പം നമ്മുടെ കൈ ഇങ്ങനെ തൊട്ട് അതിലെന്തെങ്കിലും മൂടിയിലൊക്കെ ഇത്തിരി പൊടിയും പിന്നെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഡപ്പി ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറ്. മൂടി ടൈറ്റായിട്ട് അടയ്ക്കും. പിന്നെ അതിൻ്റെ മേലെ ഇത്തിരി വെള്ളം ഒഴിച്ച് പിന്നെ സോപ്പ് ചകിരിയും കൊണ്ട് അങ്ങനെ മേലെ മൂടിയിലും തേക്കും. പിന്നെ സൈഡെല്ലാം അവിടെ നന്നായി തേച്ച് വിട്ടിട്ട് പിന്നെ അങ്ങനെ കഴുകും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയൊരു തോർത്തുകൊണ്ട് അതങ്ങനെ നന്നായി തുടച്ച് വെക്കും. അപ്പോൾ ക്ലീൻ ആവും. ഇത് നല്ല എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഡപ്പികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഷോപ്പിൽ നിന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് അങ്ങനെ ഡപ്പിയൊക്കെ ക്ലീൻ ചെയ്യണത് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഡപ്പികൾ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ അടുക്കള ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ അതിനുള്ള സമയം എനിക്കില്ല കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഷോപ്പിൽ ഇപ്പോൾ ആരെങ്കിലും കസ്റ്റമർ വന്നാൽ അപ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോകണം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള എനിക്കൊരു സമയമില്ല. അല്ലെങ്കിൽ വെറുതെ ഞാൻ പോകേണ്ടി വരും കേട്ടോ. ഇവിടെ നിന്ന് ആൾ വന്ന് അപ്പോൾ അവിടെ കോളിംഗ് ബെല്ലടിക്കും. ഇപ്പോൾ കണ്ണം ചേച്ചിയാണ് കേട്ടോ ഷോപ്പിലിരിക്കുന്നത്. അപ്പോൾ അവർ കസ്റ്റമർ ആരെങ്കിലും വന്നാൽ അവിടെ നിന്ന് കോളിംഗ് ബെല്ലടിക്കും. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടാൽ ഞാൻ അങ്ങോട്ട് പോവും. അങ്ങനെയാണ് കേട്ടോ. അടുക്കള കുറച്ച് ബാക്ക് സൈഡ് ആയതുകൊണ്ട് വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോളിംഗ് ബെല്ല് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ കോളിംഗ് ബെല്ലുള്ളത്. അപ്പോൾ അതടിച്ചാൽ എനിക്ക് ഇവിടെ കേൾക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കസ്റ്റമർ വന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അടുക്കളയിലുള്ളത് അങ്ങനെ ഡപ്പികൾ കഴുകണത് അതങ്ങ് ഒരു ദിവസം, പിന്നെ ആ സൈഡ് ഓരോ സെക്ഷനും ഓരോ ദിവസം കുറച്ചായിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ പണി ഇതന്നെയാണ് കേട്ടോ. ഈ ഡപ്പികളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കലാണ്. അപ്പോൾ ഇത്തിരി എണ്ണമെഴുക്കും പിന്നെ പൊടിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഡപ്പിയുടെ മൂടുകളിലെല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 3:30-4 മണി സമയത്താണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീട്ടിലുള്ള ചെറിയ വിശേഷങ്ങളും അതുപോലെ ഫാമിലി വ്ളോഗ് പിന്നെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഷോപ്പിലല്ലേ. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ ഷോപ്പിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളും പിന്നെ ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. എന്നാലും ഇഷ്ടമാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഡപ്പി തുടയ്ക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പേപ്പറൊക്കെ അവിടെയൊക്കെ വെച്ച ഭാഗത്തെ ഷെൽഫിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുതിയ പേപ്പറൊക്കെ വിരിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന ഡപ്പികളൊക്കെ അടുക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ അപ്പോഴേ വാഷ് ചെയ്ത് സോപ്പൊക്കെ തേച്ച് വാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയും കൊണ്ട് നന്നായി തുടച്ചിട്ട് പിന്നെ നമുക്ക് ഷെൽഫിൽ കയറ്റി വെക്കാം. അപ്പോൾ അത് ഏകദേശം ഡപ്പികളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഞാൻ ഷെൽഫിൽ അടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ മേലത്തെ ഒരു ഷെൽഫ് വൃത്തിയാക്കാനുണ്ട്. അതിൻ്റെ താഴെ ഒരു ഷെൽഫുണ്ട്. അങ്ങനെ 3 കള്ളികളാണ് കേട്ടോ അടുക്കളയിൽ ഉള്ളത്. അതിലത്തെ ഈ ഡപ്പി വെക്കുന്നത് മാത്രമേ ഞാനിപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കള മൊത്തമായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നിന്നാൽ പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷോപ്പിലും കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതും എല്ലാം കൂടി എനിക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് പിന്നെ പുളി ഇട്ട് വെക്കണ ഭരണിയാണ്. അപ്പോൾ അതൊക്കെ മേലെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. അതിൻ്റെ മൂടിയില്ല കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരു ഭരണി എടുത്തിട്ട് വന്നതാണ്. അപ്പം മൂടിയില്ലാതെ വെറുതെ ഇരിക്കുന്ന ഭരണി അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ പുളിയോ ഉപ്പോ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അത് പിന്നെ നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. മൂടിയില്ലാത്ത ഭരണികൾ അങ്ങനെ ഇത്തിരി അരികു പോയത് അതൊന്നും ആരും വാങ്ങിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ട് അടുക്കളയിൽ നമുക്ക് പുളിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ട് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ചെയ്യാറ്. അല്ലെങ്കിൽ വെറുതെ അവിടെ ഷോപ്പിൽ വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ 2-3 ഭരണികളൊക്കെ എടുത്തിട്ട് പുളി ഇടാനും ഉപ്പിടാനും പിന്നെ അച്ചാറിടാനും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കുറച്ച് സമയമൊക്കെ എടുത്തിട്ടോ. ഇതൊക്കെ ചെയ്ത് വരാൻ തന്നെ 1 മണിക്കൂറായി. അപ്പോൾ ഇടയിൽ 2-3 കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് വന്നു ഇടയിൽ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഇത് ചെയ്തു. അപ്പോൾ അതൊന്നും ഞാൻ ഇടയിൽ കാണിച്ചില്ല കേട്ടോ. കസ്റ്റമർ വന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വലിയ ഇപ്പോഴത്തെ മോഡൽ അടുക്കള കിച്ചൺ സെറ്റിങ്സ് ഒന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള നമ്മുടെ സാധാരണ വീട്ടിലെല്ലാവരുടെയും സാധാരണക്കാരുടെ വീട്ടിലുള്ള ഒരു ചെറിയ അടുക്കള പോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ മോഡേൺ കിച്ചണൊന്നും അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. സിമ്പിളായിട്ടുള്ള അടുക്കളയാണ് കേട്ടോ. പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ പണി ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള അടുക്കള തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഡപ്പികളൊക്കെ തുടച്ച് ക്ലീനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കാണുന്നത് തന്നെ ഒരു നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ഈ ഡപ്പികൾ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ കഴിഞ്ഞു.
അപ്പോൾ അത് അടിപൊളി വൃത്തിയാക്കി. ഇനിയിപ്പോൾ അവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡപ്പിയൊക്കെ തുടച്ച് സോപ്പിട്ടൊക്കെ കഴുകി വെച്ചതല്ലേ. അപ്പോൾ അവിടെ തിട്ടിലൊക്കെ ഫുള്ളായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടുക്കള എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാ ഉള്ളിൽ തന്നെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്കൊരു ഡൈനിങ് ടേബിളും ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മുടെ അടുക്കള ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പുതിയ അടുക്കള എടുത്തിട്ട് ഒരു 5 വർഷമായി. അതിൻ്റെ മുമ്പ് ചെറിയൊരു അടുക്കളയായിരുന്നു. അതിൽ നമുക്ക് ആകെ 2 പേർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇത്തിരി ഭയങ്കര ഇടുക്കായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വലിയ അടുക്കള എടുത്തത് കേട്ടോ. എടുത്തിട്ട് ഒരു 5 വർഷമായി. അപ്പോൾ അതിൽ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെയും സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പോൾ നമ്മുടെ അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക.